ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു കൂന്തൽ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂന്തൽ ഫ്രൈയിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി 8 തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്രേവിയോട് കൂടി തയ്യാറാക്കണമെങ്കിൽ തക്കാളി 8 വേണം. അതുപോലെ തന്നെ വലിയ ഉള്ളിയും വേണം 2, പച്ചമുളക് 3 രണ്ടായി കീറിയത്, വെളുത്തുള്ളി 10 രണ്ടായി കീറിയത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കറിവേപ്പില, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഫിഷ് മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഒരു പാത്രം വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ജീരകം ചെറുതായി ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. വെളുത്തുള്ളി, കറിവേപ്പും പച്ചമുളകും നല്ലതുപോലെ വാടിയതിന് ശേഷം ഇതിലേക്ക് വലിയുള്ളി വെട്ടിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഉള്ളിയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി വേവുന്നതിനായി 2-3 മിനിറ്റ് അടച്ചു വെക്കാം. ഉള്ളി നല്ലതുപോലെ തന്നെ കളർ മാറി വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി വെട്ടിവെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളിയുമായിട്ട്. ഇനി ഒരു 4-5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കുക. കൂന്തൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒന്ന് അടച്ചു വെക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിം ആയതിനു ശേഷം 5 മിനിറ്റ് ഇടവിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കൂന്തൽ ഫ്രൈ തയ്യാറായി വന്നിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. കൂന്തൽ ഫ്രൈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് രാവിലേക്കുള്ള ചായക്കടി അതുപോലെ തന്നെ ഉച്ചക്കുള്ള ചോറ്റിലേക്കൊക്കെ നല്ലൊരു അടിപൊളി കൂന്തൽ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ കൂന്തൽ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.